ഇനി അങ്ങോട്ട് അലാറം വെക്കേണ്ട ആവശ്യമില്ല. ഈ പുറകെ കാണുന്ന രണ്ടെണ്ണം രാവിലെ എഴുന്നേപ്പിച്ചോളൂ. രാവിലെ തന്നെ ജിമ്മിൽ പോകുന്നതുകൊണ്ട് പ്രീ വർക്കൗട്ട് ആയിട്ട് ചെയ്യാത്തേക്കാം. പിന്നെ ഈ ഒരു കാര്യം വിട്ട് നമുക്കൊരു കളിയില്ല. പെട്ടെന്ന് എഴുന്നേറ്റ കാരണം ഉറക്കം നമ്മളെ അങ്ങ് വിട്ട് മാറ്റിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു കാപ്പിയും കുടിച്ച് നേരെ ജിമ്മിൽ. ഈ ഇരിപ്പ് വേറൊന്നും കൊണ്ടല്ല, ട്രെയിനർ വന്നിട്ടില്ല. എന്തോ ട്രെയിനറിന്റെ അലാറം ചതിച്ചാണെന്ന് തോന്നുന്നു. 7 മണിയായി വന്നപ്പോൾ. ഇവിടെ പിന്നെ മ്യൂസിക് മാത്രമല്ല വീഡിയോ ഉണ്ട്. ഇന്ന് കുറച്ച് ചെസ് വർക്കൗട്ടും സ്ട്രെച്ചിങ്ങും ചെയ്ത് നമ്മളോട് ഇറങ്ങുന്നു. ആസ് യൂഷ്വൽ പാലും വെള്ളവും വാങ്ങി നേരെ വീട്ടിലോട്ട്. എല്ലാം കഴിഞ്ഞെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒരു നല്ലൊരു കുളി. അത് കഴിഞ്ഞ് കിട്ടുന്ന ഉന്മേഷം ഉണ്ടല്ലോ, ഓഹോ. ബ്രേക്ക്ഫാസ്റ്റിനായി 3 മുട്ടയും കുറച്ച് കടലയും. ഇപ്പോൾ ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആയതുകൊണ്ട് സൺസ്ക്രീൻ ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ പഞ്ചും ചെയ്ത് അകത്ത് കയറി. PG ഫുഡ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പാഴ്സൽ എടുത്തിട്ട് വന്നു. അങ്ങനെ കഴിപ്പും കഴിഞ്ഞ് നമുക്ക് ബാക്ക് ടു വർക്ക്. ഇനി ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നുള്ളത് പലർക്കും അറിയത്തില്ല. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വൈകുന്നേരത്തെ ഈ ഒരു കോഫി അത് മസ്റ്റ്. അങ്ങനെ നമ്മുടെ ഷിഫ്റ്റ് കഴിയാറായി. മോഹം കഴിയും നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് 6 രൂപ പേന തലവൻ അടിച്ച് മരിക്കൊണ്ട് വന്നത്. ഹോസ്പിറ്റലിൽ കയറി ഏറ്റവും കൂടുതൽ മൂല്യം കൂടിയ സാധനമാണ് ഈ പേന. അതുകൊണ്ട് നമുക്ക് ഇവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങട്ടെ. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു. ബ്രെഡ് വാങ്ങാൻ നേരമാണ് ഈ ഒരു സാധനം കാണുന്നത്, ബൂമർ. ഇത് കണ്ടത് നമ്മുടെ മണ്ടയ്ക്ക് തന്നെ നൊസ്റ്റാൾജി അടിച്ചു. അപ്പൊ തന്നെ വാങ്ങി അകത്താക്കി. ഇത് പണ്ട് ആദ്യമായിട്ട് വാങ്ങിയതും നാക്കിന്റെ ഇടയിൽ വെച്ച് വീർപ്പിക്കാൻ വലിച്ചതും എല്ലാം മണ്ടയ്ക്കോടുകൂടി. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ എക്സ്പീരിയൻസ് കുറവ് കാരണം വീർപ്പിക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇന്നത്തെ ഡിന്നറും കഴിച്ച് ഞാൻ ഇനി കിടന്നുറങ്ങട്ടെ. അപ്പൊ ഓക്കെ, ബൈ.